ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഇത്തിരി തൈരും കൂടി ചേർത്ത് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അതായത് ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ വയ്ക്കണം. അപ്പോൾ നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ടെൻഡറായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനാണ്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് ഇനി നമുക്ക് ഇതുപോലെ കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ഒരു പിടി ചേർത്ത് കൊടുക്കുക. കുറച്ച് പെരിഞ്ജീരകം മുഴുവനായിട്ടും, അതുപോലെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതായാലും മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. അതുപോലെ ഇനി ഒരു കോഴിമുട്ട, പിന്നെ ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത്. ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കറികളിലൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ. പിന്നെ ടേസ്റ്റൊക്കെ കറികൾക്ക് കുറവുണ്ടെന്ന് തോന്നണം, മോര് കറി, സാമ്പാർ, ഇതിലൊക്കെ ടേസ്റ്റ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പൊടി ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പൊടി, അതല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ പൊടി സെപ്പറേറ്റ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുക. അത് മറന്നു പോകണ്ട. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ചേർക്കണം. ഒരുപാട് പൊടി ചേർത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല കോട്ടിങ്ങോടുകൂടി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സവാള വടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വരും. ചിക്കൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് പൗഡർ കോട്ട് ചെയ്തിരുന്നാൽ മതി. ഇനി എല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള പാർട്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫ്രൈ ഇല്ലേ, ആ ഒരു ടേസ്റ്റിൽ നല്ല ടെൻഡറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി പൊടി വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടി പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ എല്ലാം കൂടി ചേർക്കാതെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ടൈം ആകുമ്പോൾ അറിയാൻ പറ്റും. ഇതേപോലെ എല്ലാം പുരണ്ടിരിക്കുന്ന ആ ഒരു പാകത്തിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതുപോലെ അതുവരെ യൂസ് ചെയ്ത നമ്മുടെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയണ പോലെ തോന്നും. എല്ലാം കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് കഴുകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരമുള്ളതുപോലെ തോന്നും. ഇതിന് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ ജോലി കഴിയും. അതിന് മുമ്പായിട്ട് ഇതുപോലെ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരുപാട് ഓയിലും ഒക്കെ തെറിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഇരുമ്പിൻ്റെ കടായി ഒക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്താൽ നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് റെഡിയാവും. ഇനി ഇതുപോലെ കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക് ഇത് ഭയങ്കര എരിവായതുകൊണ്ട് ഞാനിതിൻ്റെ സീഡൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിലാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ഓയിലിന് ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് മുരിയിച്ചെടുക്കണ്ട, എണ്ണയിലേക്ക് ഇട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം വേണം ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്.
ചൂട് കുറഞ്ഞ എണ്ണയിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ടും വറ്റിയിട്ട് ചിക്കൻ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ കഴിക്കണ സമയത്ത് ചിക്കനിൽ ഭയങ്കര ഓയിലായിരിക്കും. അതുപോലെ ഒരുപാട് തിക്കി ഇടാതെ ഒരു 5-6 പീസൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് അങ്ങനെ ആകെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് നമ്മളിത് മൂടി വെച്ചാലൊന്നും ചിക്കനിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടിയിരിക്കണ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വരില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലല്ലേ വെച്ചിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായും കിട്ടും. ഇനി ഈ സൈഡ് കൂടി ഒന്ന് റെഡിയായി വരട്ടെ. ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കും. ഇനി ഫ്രൈ ആകാത്ത ഏതെങ്കിലുമൊക്കെ സൈഡ് ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്, നല്ല കളറും ആയിട്ടുണ്ട്. ഇത്രയും മതി. എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്തും നല്ല ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്കൊന്ന് സിം ചെയ്തിട്ട് കൊടുക്കാം. തിരിച്ച് ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിട്ടില്ലേ, അതിനുശേഷം തീ വേണമെങ്കിൽ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. എങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കുമ്പോൾ തന്നെ ആയിരിക്കും കൂടുതൽ പെർഫെക്ഷനോടുകൂടി കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ലോട്ട് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴും ഓയിലും അത്ര തന്നെ ഇതിൽ ബാക്കിയുണ്ട്. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള, ഇങ്ങനെ ഈ ഒരു ടൈപ്പിലൊക്കെ ഫ്രൈ ചെയ്താലുള്ളൊരു ഗുണം, നമ്മൾ ഒഴിച്ച ഓയിൽ അത്രയും തന്നെയൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ബാക്കി വന്ന മസാലയിലേക്ക് ഒരിത്തിരി കറിവേപ്പിലയും ചതച്ച മുളകും ഒരു നുള്ളു ഉപ്പും പിന്നെ ആവശ്യത്തിന് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ മസാലയിലൊന്ന് പുരളാൻ വേണ്ടിയുള്ള മാത്രം. ഇനിയിപ്പോൾ വെള്ളം നനവ് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരല്പം വെള്ളമാക്കിയിട്ട് നനച്ചിട്ട് ഒന്നിതുപോലെ ആക്കി കൊടുക്കാം. അതങ്ങനെ അവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആ ലോട്ടും കൂടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇത് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വീട് മുഴുവൻ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമ്മളുടെ മസാലക്കൂട്ട് ഇപ്പോൾ ഓയിലുണ്ട്, ഇത്രയും ഓയിലുണ്ട്, കുറച്ചല്ലേ ഉള്ളൂ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ വീണ്ടും ഓയിൽ ബാക്കിയായിരിക്കും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒട്ടും തന്നെ ഇതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചതുകൂടി ഒന്നുകൂടി അതിലേക്ക് ചേർത്ത് മുരിയിച്ച് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കോരിയെടുക്കാം. ഇത്രയും മതി. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കഴിക്കുന്ന സമയത്തൊക്കെ ഈ ബ്രെഡ് ക്രംസും ഒക്കെ നല്ലൊരു ക്രിസ്പിനെസ്സോടുകൂടി കഴിക്കാനും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഓയിൽ ഇത്രയും ബാക്കിയുണ്ട്. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതുപോലെ കുറച്ച് ഓണിയൻ റിങ്സും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ നമ്മളിത് തുറക്കുന്ന സമയത്ത്. അങ്ങനെ കഴിക്കാനും കാണാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ്, ഒരു തട്ടുകട സ്റ്റൈലൊക്കെ ചിക്കൻ്റെ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.